ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇടൂ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന്. അപ്പോൾ രാവിലെ പതിപോലെ എഴുന്നേറ്റു. ഞാൻ 8 മണിയായപ്പോഴേ ഇറങ്ങി വന്നത്. സംഭവം 4:30 തൊട്ടേ ചാക്കോച്ചൻ എന്നെ അലാറം വെച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഈ ഒരു കുപ്പി വെള്ളം കുടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതേ പാലെടുത്തുകൊണ്ട് വന്നു. ഇന്നലെ ഞാൻ ഇഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി സെറ്റാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാല് ദേ ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട്. കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാപ്പി ഇട്ട് ഞാൻ അങ്ങ് ഓരോ കപ്പിലാക്കി അങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദേ ഇഡ്ഡലി ഞാൻ സെറ്റാക്കി ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നെസ്കോഫയുടെ കോഫി പൗഡറാണല്ലോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. റീഫിൽ പാക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും പറയണ പോലെ തന്നെ ഇപ്പം തിളയ്ക്കും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ ഇതൊരിക്കലും തിളയ്ക്കില്ല, അത് അവിടെ ഇരിക്കും. അതേ സമയത്ത് ഞാൻ എപ്പോഴൊക്കെ ഈ കാപ്പിപ്പൊടി എടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ, ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു, കാപ്പിപ്പൊടി എടുക്കാൻ തിരിയുന്ന സമയത്ത് ഇതങ്ങ് ചാടിപ്പോവും, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ ടെക്നിക്കലി മൂവ് ചെയ്തു. ഇത് വെച്ച വഴിക്ക് തന്നെ ഞാൻ കാപ്പിപ്പൊടി എടുത്ത് അപ്പുറത്തെ കപ്പിലൊഴിച്ച് റെഡിയാക്കി വെച്ചേക്കും. ചൂടോടെ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കി എടുക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുമ്മ് പോവും. ആ ചൂട്ടത്ത് തന്നെ ഒഴിക്കണമെന്ന് പറയത്തില്ല, കാപ്പിപ്പൊടിയിലോട്ട് പാൽ ഒഴിക്കണമെന്ന് പറയത്തില്ല. അപ്പോൾ അങ്ങനെ കാപ്പി ഇട്ട് മാറ്റി വെച്ചേക്കും. കാരണം പെട്ടെന്നായിരിക്കും വന്നിട്ട് ഡോൺചേട്ടൻ ചോദിക്കുന്നത് കാപ്പി ആയില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ആദ്യം തന്നെ കാപ്പി ഇട്ട് വെച്ചാൽ ആ പരിപാടി കഴിയില്ല. ഞാൻ ഈ ചെയ്യുന്ന കൂടെ തന്നെ കാപ്പി അങ്ങ് കുടിച്ച് അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതേ 4 പേർക്കും കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാഡി ചാക്കോച്ചനെ കൊണ്ട് അപ്പുറത്ത്. ഞാൻ ഡാഡി ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ 8 മണി വരെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നത്. ചാക്കോച്ചൻ 4:30 ആകുമ്പോഴേ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റാണ് വേവിക്കാനായിട്ട് ഇടുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇടും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഡോൺചേട്ടനും പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. സാമ്പാറും ചട്നിയും ഇഡ്ഡലിയും. അപ്പോൾ തോമു നിന്ന് ബബിൾസ് ഇല്ല. ഇന്ന് രാവിലെ ബബിൾസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, അവർക്കൊരു പെട്ടെന്നൊരു മരണം ഉണ്ടായി, അപ്പോൾ അവിടെ പോകണം. അപ്പോൾ ഇന്ന് ബബിൾസ് ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തോമുനെ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയേക്കാണ്, കാരണം മുകളിൽ ചാക്കോച്ചൻ ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം ചെയ്യാറുള്ള പോലെ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡോർ അടച്ചിട്ട് താഴെ നിന്നുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കില്ല. അപ്പം അവൻ പീസ്ഫുള്ളി കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ കുളിപ്പിച്ചിട്ട് ഉറക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മമ്മിയുടെ കയ്യിലിരുന്ന് അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് തോമുനെ എങ്ങനെയും സെറ്റാക്കി വരണം. അപ്പോൾ ആ സമയത്ത് ഞാൻ അവനെ കൊണ്ട് പുറത്തിറങ്ങി മിറ്റമൊക്കെ അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ തോമു എനിക്ക് വേണ്ടി വെള്ളം എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്ക് കുറച്ച് തന്നിട്ട് ഞാൻ കുടിച്ചു. അപ്പോഴാണ് മമ്മിയുടെ ഒരു പുതിയ ലുക്ക് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മമ്മി പുതിയ കണ്ണാടിയൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഒരു ടീച്ചറിൻ്റെ ലുക്കൊക്കെ എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും. കട്ട ടീച്ചറിൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, പണ്ടത്തെ നമ്മുടെ ടീച്ചർമാരില്ലേ അവരുടെ ഒരു ലുക്ക്. അപ്പോൾ ഡാഡി പാച്ചുവിനെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ പോൾ വെളിയത്ത് എന്ന് പറഞ്ഞ ഒപ്റ്റിക്കൽസിൽ നിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ മമ്മി മാലയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തോമുവിന് ഞാൻ ഒരു സെറ്റ് ഓഫ് ഫുഡ് കൊടുക്കുകയാണ്. അവന് ഞാൻ ബ്രേക്ക് എടുത്താണ് കൊടുക്കുക. അപ്പോൾ മമ്മി ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ ബീഫ് അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി മമ്മിയുടെ ചാനൽ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണും. ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം മമ്മി വ്യക്തമായിട്ട് ഓൺ വോയിസ് ഓവർ കൊടുക്കാതെ ഞാൻ പറഞ്ഞു ഇന്ന് വോയിസ് ഓവർ കൊടുക്കാതെ നമുക്ക് ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞാൽ അതിനിപ്പോൾ മമ്മിക്ക് ശരിക്കും ഒരാൾ എടുത്തു കൊടുത്ത് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങളുടെ 2 പേരുടെ ഇപ്പോൾ എൻ്റെ ആയാലും ഡിമ്പിളിൻ്റെ ആയാലും ബിസി ഷെഡ്യൂൾ കാരണം ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഡിമ്പിൾ ഇന്ന് റൂം ക്ലീനിങ്ങും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. പാച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വിഷു ഡ്രസ്സൊക്കെ കഴുകാൻ നിൽക്കുകയാണ്. അപ്പോൾ തോമു കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി പാല് തരുമോ എന്ന് ചോദിച്ചിട്ട് ഡയൻ ആൻഡ് റോമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മമ്മിക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വന്ന് നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോഴാണ് ഡിമ്പിൾ ബാത്റൂമൊക്കെ കഴുകി ഒന്ന് സെറ്റപ്പ് ആയതിന് ശേഷം വന്നത്. അപ്പോൾ ഡിമ്പിളിനെ തന്നെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. ഇവർ 2 പേരും എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഉപദ്രവിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവർ തല്ലി തീർത്തോളും, നമ്മൾ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുക. ഇവരും ശരിക്കും 2 കുഞ്ഞു പിള്ളേരാണ്, 2 പേരും മാത്രം കൂടിയാൽ. അപ്പോൾ ഡിമ്പിളിനും ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ ചൊറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തോമനെ സംബന്ധിച്ച് ചൊറിയുന്നതിന് മുമ്പ് ചൊറിയാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയാണ്. എന്താ പറയുക, പിള്ളേരുമായിട്ടുള്ള ഗുസ്തി ഒരു 1.5 ഗുസ്തിയാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇനി ഡെയിലി വീഡിയോസ് ഇടും പഴയ പോലെ. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മമ്മി ഇവിടെ വീഡിയോ എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഡിമ്പിൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു. ഡിമ്പിൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ തോമു ഒരു ഉച്ച വരെ ചാക്കോച്ചൻ എഴുന്നേൽക്കുന്ന വരെ എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിടയ്ക്ക്
ഒരു കോൺഫ്ലെക്സ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ തോമുവിനും കോൺഫ്ലെക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ തോമുവിനും കലക്കി കൊടുത്തു. അപ്പോൾ തോമും അതിരുന്ന് എൻജോയ് ചെയ്യുകയാണ്. ഞാനും മമ്മിയും ഡിമ്പിളും ഞങ്ങൾ പെൺപടയും 2 ആൺ തരികളുമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. പാച്ചു ഒരു 2:15 2:30 ആകുമ്പം എത്തൂട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമുൻ്റെ മുടി പിടിക്കുക എന്നുള്ളതാണ് ചാക്കോച്ചൻ്റെ ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം. ഒരു തുമ്പ് കിട്ടിയ മുടിയും കൊണ്ട് അവൻ പോകട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ പാച്ചുച്ചേട്ടൻ്റെ സെറ്റാണ് നമ്മുടെ ചാക്കോച്ചൻ. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അധികം അടുപ്പിക്കില്ല, കാരണം തോമുന് ഉമ്മ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും മമ്മിയുടെ വീഡിയോയിൽ കണ്ടു കാണും. ചാക്കോച്ചന് വയ്യാതിരിക്കുകയാണ്, എല്ലാവർക്കും ചുമയും കാര്യങ്ങളും വന്നപ്പം അതും അവന് കിട്ടി. അവനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു അപ്പുറത്തെ പറമ്പിൽ കൂടെ പോയെന്ന് പറഞ്ഞാലും അവനത് ചോദിച്ച് മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അതിൻ്റെ കൊണ്ട് മുന്നോടിയായിട്ട് ഇന്നലെ തന്നെ അബല മാമിനെ പോയി കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണ്ട, ഇപ്പോൾ എങ്ങനെയാണ് ഈ 2-3 ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ ഫ്രൈഡേ ആണ് ഇനി റിവ്യൂ ഉള്ള ദിവസം കേട്ടോ. അപ്പോൾ അതേ തോമുവും ഡാഡിയും അവിചാരമായിട്ട് കൂട്ടിയിടിക്കാൻ വന്നതാണ്. തോമുവും ഡാഡിയും ബ്രേക്ക് ഇട്ട് നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ തക്കട്ട പൊടിയായതിനെ കേട്ടോ. അപ്പോൾ തോമു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തോമിൻ്റെ കാര്യത്തിന് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചാക്കോച്ചൻ വന്നതിന് ശേഷം പിരിപിരിപ്പായി. അപ്പോൾ തോമു ഫുഡൊക്കെ കഴിച്ച് സെറ്റാണ്. അപ്പം ഡിമ്പിള് പഴയ വീഡിയോസ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ തോമുവിന്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മെയിൻ ഹോബിയാണ് പഴയ വീഡിയോസ്. തോമുൻ്റെ ആയാലും ശരി, പാച്ചുവിൻ്റെ ആയാലും ശരി. ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുക പാച്ചുവിൻ്റെ വീഡിയോസാണ് കേട്ടോ. അവൻ്റെ മാറ്റം അറിയണമെങ്കിൽ അവൻ്റെ കുഞ്ഞിലത്തെ വീഡിയോസ് കണ്ട് അവൻ എന്തോരം വളർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതേ പിന്നെ വഴക്കായി. 2 പേരും കടിക്കാരാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കും. ഡിമ്പിൾ കടിക്കട്ടെ എന്ന് ചോദിക്കത്തേ ഉള്ളൂ, പക്ഷേ അതിന് മുമ്പ് അവൻ കടിച്ചിരിക്കും. അപ്പോൾ ഡിമ്പിളിനെ കണ്ടാൽ അവനും ഒരുതരം ആവേശമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഇവർ 2 പേരെയും മേളിൽ കൊണ്ടുപോയി. അപ്പോൾ ചാക്കോച്ചിന് നെബുലൈസ് ചെയ്യാനുണ്ടായിരുന്നു, രാവിലെയും രാത്രിയും നെബുലൈസേഷൻ കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് സലൈൻ മാത്രം ഒഴിച്ചിട്ട് നെബുലൈസ് ചെയ്യും ഒരു ആശ്വാസത്തിന് വേണ്ടി. അപ്പം ഞാൻ അന്ന് കുറേ നേഴ്സുമാർ നമ്മൾ ചാക്കോച്ചൻ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു. ഈ ഒരു പ്രായത്തിൽ വന്നു പോകുന്ന 3-ാം മാസത്തിൽ വന്നു പോകുന്നതാണ്. ആ സമയത്ത് നമ്മൾ വെച്ചെടുത്തിരിക്കും, നമ്മൾ പിടിച്ച അവിടെ ഇരിക്കും, അങ്ങനെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരു നെബുലൈസേഷൻ അത് ജസ്റ്റ് 5 മിനിറ്റ്സേ കാണുള്ളൂ. അത് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ 15 മിനിറ്റ് എടുത്തുനിന്ന് വരും. അത് തട്ടി ഇത് വലിച്ച് ആ ട്യൂബ് വലിച്ച് അപ്പോഴത്തേനും അത് അപ്പുറത്തുനിന്ന് വിട്ടുപോകും, അങ്ങനെയൊക്കെയാണ്. ഇത് ചാക്കോച്ചൻ്റെ പപ്പറ്റ്സാണ് കേട്ടോ. അപ്പോൾ അതെന്താ വായിൽ അവന് കഴുകി ഞാൻ കൊടുക്കുന്നതാണ്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തോമുനെ മാക്സിമം ഉറക്കാതെ നോക്കണമല്ലോ. അപ്പോൾ അതേ ഇവിടെ തോമു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി, കാരണം പാച്ചു 2:15 ആകുമ്പോഴത്തേക്കിനും പ്ലേ സ്കൂളിൽ പോയിട്ട് വരും കേട്ടോ. അപ്പോൾ തോമു കൈ മുറിഞ്ഞതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയും നമ്മുടെ ക്രാബിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും ഡിമ്പിൾ നില വെച്ച ചിക്കൻ്റെ കുറച്ച് ഗ്രേവി എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പം തോമു ഇതുവരെ 2 ദിവസമായിട്ട് കണ്ടിട്ടില്ല പാച്ചു പോയിട്ട് മറ്റേ വണ്ടിയിൽ, അവരുടെ സ്കൂൾ വണ്ടിയിലാണ് വരുന്നതെന്നുള്ളത്. അങ്ങനെ അതേ ഞാൻ ചപ്പാത്തി എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയാണ്. പതിവ് പോലെ കഴിക്കുന്നുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങൾ 2 പേരും ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് ഇതേ മേളിൽ കൊണ്ടുവന്ന് ചാക്കോച്ചനെയും തോമുവിനെ ഇരുത്തിയേക്കാണ്. ഈ ഒരു സമയത്താണ് ഞാൻ ക്ലീൻ ചെയ്യുക. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു, തോമു ഉള്ളതുകൊണ്ട്. പിന്നെ തോമു ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇരിക്കും, ചില സമയത്ത് ഇളകും. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ റൂം എന്നും ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ചിടും. ഈ ഹാള് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചു. അപ്പം നമ്മുടെ പഴയ ബെഡ്റൂമിലെ ബാത്റൂമിലാണ് ഞാൻ ചാക്കോച്ചനെ കുളിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അതാണ് ആ സെറ്റപ്പൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ തുടയ്ക്കുമ്പോൾ അപ്പം തന്നെ ഉണങ്ങിക്കോളും. അപ്പോൾ ഞാൻ എന്ത് തുടച്ച് സെറ്റപ്പാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെരുപ്പ് എന്താ അവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ, ആ ചെരുപ്പ് ഞാൻ പുറത്തിടുന്ന ചെരുപ്പാണ്. അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ അത് കയറ്റാറില്ല, സ്ഥിരം ഇടുന്നത്, അതാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചൂടുവെള്ളമൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഇത് തോമുന് കുളിക്കുമ്പോൾ കളിക്കാനുള്ള ടോയ്സാണ്. ഇത് 3-4 ബോട്ടിൽ എക്സ്ട്രാ വന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോയപ്പം എടുത്തുകൊണ്ട് വന്നതാണ്. അവിടെ അമ്മയ്ക്ക് ഇങ്ങനെ മറ്റേ സ്മെല്ലിൻ്റെ ഒരു അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതും കൂടെ കഴിഞ്ഞിട്ട് ബാത്റൂം ക്ലീനിങ്ങും ഉണ്ട്. അപ്പോൾ തോമും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ ബാത്റൂമൊക്കെ വാഷ് ചെയ്തെടുത്തു. നമ്മുടെ ഈ ഒരു ബാത്റൂമിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നടുക്കിങ്ങനെ കുറച്ച് ഒരു ബെൻഡ് പോലുണ്ട്. അപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ തോമുനാണെങ്കിൽ പകുതി ജീവിതവും ഈ ബാത്റൂമിനകത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും അത് വൈപ്പ് ചെയ്ത് ഞാൻ ഇടാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ അതേ കഴുകി എല്ലാം വൈപ്പ് ചെയ്തിട്ട്, കാരണം തോമുൻ്റെ പകുതി ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഇതിനകത്താണ് കളി. അപ്പം എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ദേ ബാത്റൂമെല്ലാം വാഷ് ചെയ്ത് എടുത്ത് അപ്പോഴത്തേനും ചാക്കോച്ചൻ ഉറങ്ങി കേട്ടോ. ചാക്കോച്ചൻ പാലൊക്കെ കുടിച്ച് ഉറങ്ങി. ഇനി തോമുനെ ഉറക്കാതിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, കാരണം തോമുനെ ഉറക്കിയാൽ ശരിയാവില്ല. അങ്ങനെ എൻ്റെ എല്ലാ പരിപാടികളും
കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഈ ഒരു ബ്രേക്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തോമോടെ നിൽക്കുകയാണ്. ഞാൻ ഉറങ്ങാതിരിക്കാൻ ഫോണൊക്കെ കൊടുത്തു, ടി വി ഒക്കെ കൊടുത്തു. അപ്പോൾ അത് ബെഡ്ഷീറ്റൊക്കെ തലകുത്തി മറിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ദുഃഖി. പിന്നെ ഇവിടെ പിള്ളേരെ ഇടിച്ച് നമുക്ക് തന്നെ ജീവൻ പോകും. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ബ്ലാങ്കറ്റ് ഇട്ട് ബ്ലോക്ക് ചെയ്തിടും, അല്ലാതെ വലിച്ചിടുന്നതല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ചു. സാധാരണ ടി വിയിൽ കാർട്ടൂണൊക്കെയാണ് ഇടാറ്. അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, കപ്പിൾസിൻ്റെ എന്തെങ്കിലും മൂവി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇന്ന് വാശിയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അവിടെ ഇരുന്നു, കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. ആയി ഇതിനിടയ്ക്ക് ഒരു വലിയൊരു ബ്രേക്ക് വന്നു. അപ്പോൾ ചാക്കോച്ചൻ കിടന്നുറങ്ങി കേട്ടോ, കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ തോമുവിനെ മാക്സിമം ഉറക്കാതെ നോക്കുകയാണ്. കാരണം ഇപ്പോൾ ഉറങ്ങിയാൽ രാത്രി ഉറങ്ങില്ല. അത് ഡോൺചേട്ടനും ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ടിക്കറ്റ് ഓൾറെഡി എനിക്ക് രാത്രി നോക്കാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു ടിക്കറ്റും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം ഉച്ചയ്ക്ക് ഞാൻ ഉറക്കത്തേയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവന് അപ്പപ്രേമം വന്നു പെട്ടെന്ന്. അപ്പോൾ തോമിൻ്റെ കൈ ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. നമ്മുടെ ആ ഗേറ്റിലെ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് ഗേറ്റിൽ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് തൊലി പോയി. അതിന് ആംബുലൻസ് വിളിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സമാധാനത്തിനൊരു ബാൻഡേഡ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ മിണ്ടിയില്ല. അപ്പോൾ അപ്പനെ കാണണം. അപ്പം വാട്സപ്പിൽ നിന്ന് അപ്പയ്ക്ക് വോയിസ് മെസ്സേജൊക്കെ ആൾക്ക് തന്നെ എടുത്ത് ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ വോയിസ് മെസ്സേജിൻ്റെ ഇത് നോക്കുമ്പോൾ ശരി മനസ്സിലാവും, പറയൂ കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് അപ്പയുടെ വക ഒരു ലോട്ടറി കോള് തോമുന് വന്നത്. വായോ നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട്, തോമുൻ്റെ ജീപ്പിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വയറെന്തോ ഇട്ട് കിടക്കുകയാണ്, എന്തോ വെൽഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. തോമുന് സന്തോഷമായി. കാരണം തോമു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും നല്ല ഉറക്കമാണ്. മമ്മിയും ഡാഡിയും ഡിമ്പിളും പിള്ളേരും എല്ലാവരും ഉറക്കമാണ്. പിള്ളേരല്ല, പച്ചു ഉറക്കമാണ് കേട്ടോ. പിള്ളേരെന്ന് പറയാം, ചാക്കോച്ചനും ഉറക്കമാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് എല്ലാ ദിവസവും ഉറങ്ങാത്ത വ്യക്തികൾ. ഇപ്പം മമ്മിയും ഉറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ രാത്രി നമുക്ക് ഉറക്കം കിട്ടണില്ല. എനിക്ക് പിന്നെ ഉച്ചയ്ക്കും രാത്രിയും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ദേ തോമും അപ്പയും പോവാണ്. അപ്പോൾ ജീപ്പ് കയറ്റാൻ പറ്റിയ വണ്ടിയായിട്ടാണ് ഡോൺ ചേട്ടൻ വന്നത്. അപ്പോൾ തോമുന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബബിൾസിൽ ഭയങ്കര ആഘോഷമുള്ളതല്ലേ. ഇന്ന് ആ ആഘോഷം ഇല്ലാത്തതിൻ്റെ എല്ലാ സങ്കടവും തോമുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവിടുത്തെ അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മാമ്മേനെ ഇഷ്ടമാണ്. ഇടയ്ക്ക് തീർത്തമോൾ എന്ത് ചെയ്യാമെന്നൊക്കെ സ്വയമേ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇവർ പോയി പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ഭയങ്കര കാര്യത്തിൽ പോയതാണ്. അങ്ങനെ ശരി ബൈ ബൈ ഇതൊക്കെ പറഞ്ഞിട്ട് തോമു പോവാണ്. ഞാനോർത്ത് കുറച്ച് ലേറ്റ് ആവുന്നു. പക്ഷേ ഡോൺചേട്ടൻ പറഞ്ഞു ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ്, എനിക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞു. ഞാനൊന്നും പറയാൻ നിന്നില്ല. കാരണം ഒരു 99% നമ്മുടെ കൂടെയാണ് എപ്പോഴും പുറത്ത് പോവുക. ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചില്ലെങ്കിലും ഡോൺചേട്ടൻ പോവും. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഡോൺചേട്ടൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കാറുള്ളൂ. എപ്പോഴും നമ്മൾ ഫാമിലിയുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ രാവിലെ മിറ്റടിച്ചിട്ടാണ്, പക്ഷേ പ്ലാവിൽ നിന്ന് ഇല വീഴും. ആസ് എ നാച്ചുറൽ പ്രൊസീജിയർ അത് വീഴുന്നുണ്ട്. അങ്ങനെ അവർ പോയി. ഞാൻ ഗേറ്റൊക്കെ അടച്ച് ഇങ്ങനെ വന്നു. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. 5:30 ആയിട്ടും നല്ല വെയിലാണ്. അപ്പോൾ അതേ മമ്മി ഫോണിൽ വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മമ്മി നല്ല ഉറക്കത്തിലാണ്, ഡാഡി ഉറങ്ങാണ്. അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോഴത്തേനും ദേ ചാക്കോച്ചൻ എഴുന്നേറ്റു. ചാക്കോച്ചൻ്റെതായ ലീലാവിലാസങ്ങൾ തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നേക്കായിരുന്നു കേട്ടോ, ഈ പ്രഗ്നൻസി പില്ലോ. ഈ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് വന്നു. കാരണം ചാക്കോച്ചൻ വിട്ടാൽ നീന്തി ബസ് കയറി ചിലപ്പോൾ കോട്ടയത്ത് പോയെന്ന് വരും. അപ്പോൾ അവനെ ലോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി എനിക്ക്. കറക്റ്റ് അവൻ ഓടാൻ തുടങ്ങി. ഓടാനല്ല, നീന്തി പോകാനും ഇപ്പം ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇരുത്തിയാൽ അവൻ അവിടെ ഇരിക്കും. ഒരു മിനിറ്റൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. കുറേ നേരമൊന്നും ഇരിക്കില്ല. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നു. അതേ മമ്മി ഇപ്പം ഡെയിലി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും വൈകുന്നേരം. അപ്പോൾ അതേ ഡോൺ ചേട്ടൻ കണ്ണാടി കണ്ടിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ. മമ്മീനെ കണ്ട് മമ്മി ആക്ച്വലി സെലക്ട് ചെയ്ത് കൊടുത്ത ഫ്രെയിം മറന്നുപോയി. മമ്മി ഇതാന്നുള്ള കാര്യമേ മമ്മി മറന്നുപോയി. അപ്പം ഡിമ്പിളെ മമ്മീനെ രാവിലെ തൊട്ട് കാണുമ്പോൾ ചിരിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി വേറൊരു ലുക്ക്. എനിക്ക് പിന്നെ തോന്നിയ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയത്. റൗണ്ട് ആയപ്പോഴും ഭയങ്കരമായിട്ട് ചെറുതായി പോയതുപോലെ, ഫ്രെയിം ചെറുതായി പോലെ എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ തോമും ഡോൺ ചേട്ടൻ്റെ ഓരോ മൂമെൻറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡോൺ ചേട്ടൻ ഡ്രസ്സ് മാറിയിട്ടില്ല, മുകളിൽ പോയിട്ടില്ല. അപ്പോൾ എന്തോ വേറെ പ്ലാനിലാന്ന് തോമുന് മനസ്സിലായിട്ടോ. അപ്പോൾ അതേ ഡോൺ ചേട്ടൻ തിരിച്ച് ഹബ്ബിൽ പോവുകയാണ്. എന്നിട്ട് അവർ ഇവിടെ പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ പ്ലാനുകളും തകിടം പറഞ്ഞു, അവർ പോയില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഡോൺ ചേട്ടൻ ബജ്ജിയായിട്ടാണ് വന്നത്. മമ്മി സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് അറിയാതെ. അപ്പോൾ അതേ ഡാഡി ഉണങ്ങിയ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാണ് കേട്ടോ. അപ്പം മമ്മിയുടെ ഹെൽപ്പർ ഡാഡിയാണ്. രണ്ടുപേരും അങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികളും. അപ്പോൾ അതേ തോമുവിൻ്റെ കൈ മുറിഞ്ഞത് പിന്നെയും തോമു ഓർത്തു കേട്ടോ.
അപ്പോൾ ഡോറ് തുറന്ന വഴിക്ക് ഡിമ്പിൾ കാണുന്നത് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ ബജ്ജിയാണ്. അപ്പോൾ മമ്മി ഒരു 6:30 കഴിയുമ്പോഴാണ് സ്നാക്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് മമ്മി വെറൈറ്റി ആയിട്ട് ബീഫും മുട്ടയും വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആയിരുന്നു. അപ്പം ഡിമ്പിൾ തൽക്കാലത്തെ വിശപ്പ് മാറ്റാൻ ബജ്ജി കഴിക്കുകയാണ് കേട്ടോ. ഞാനൊരു മുട്ട ബജ്ജി കഴിച്ചു. അതായത് ഹാഫ് മുട്ടയുടെ ആണല്ലോ ബജ്ജി, അതിൽ 2 മുട്ടയും കൂടി ചേർന്ന് ഒരു മുട്ട ബജ്ജി കഴിച്ചു. അപ്പോഴത്തേനും പാച്ചും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരുമായി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഡോൺ ചേട്ടൻ പോയിട്ടോ. ഇത് കന്നാസും കടലാസുമാണ്, അല്ലെങ്കിൽ ദാസനും വിജയനുമാണ് ഈ പോകുന്നത്. അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഗേറ്റ് തുറന്നു കിടന്നാൽ പുറത്തു പോകും. അപ്പോൾ അതിനാണ് തോമു പിടിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ പിടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും കഴുത്ത് തിരിച്ചിപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. തോമുവിനെ സംബന്ധിച്ച് തോമു ഗേറ്റ് തുറന്ന് അപ്പുറത്തേക്ക് പോവില്ല. അങ്ങനെ ദേവർ പിന്നെയും വീണ്ടും കളിയും കാര്യങ്ങളുമായി അപ്പാപ്പൻ്റെ കൂടെ കുറച്ച് നേരം മുറ്റത്ത് നിൽക്കും. ആ ഗ്യാപ്പിൽ ഞാൻ ചായ വെക്കും കേട്ടോ. അപ്പം മോസ്റ്റ്ലി ചായയും കാപ്പിയും രാവിലത്തെ കാര്യം ഞാനാണ് ചെയ്യാറ്. വൈകുന്നേരം ചിലപ്പോൾ ഇനി പിള്ളേരോട്ട് ഇറങ്ങി വരാൻ ലീച്ചായ മമ്മി ഇട്ട് വെച്ചേക്കും. അങ്ങനെയാണ്. അപ്പോൾ സ്നാക്സ് മമ്മി ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഡെയിലി ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ കുൽഫി ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്താ വേണ്ടതെന്ന് ചോദിച്ചിരുന്നു. ഐസ്ക്രീം വേണോ വേറെന്തോ ചോദിച്ചിരുന്നല്ലോ. ഞങ്ങൾ ഐസ്ക്രീമാണ് എന്തായാലും പറഞ്ഞത്. അപ്പോൾ തോമു ഈ ചാടി നോക്കുന്നത് അപ്പുറത്ത് സന്തു വിളിക്കുന്നുണ്ട് കൈ കൊട്ടിയിട്ട്. അപ്പോൾ അതെന്താണെന്നാണ് തോമു എത്തിച്ച് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈവനിങ് അവരുടേതായ ഒരു വർത്തമാനവും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ മുറ്റത്ത് നിന്ന് കളിക്കുന്നു, നമ്മൾ അടുക്കളയിൽ സജീവം. മമ്മി എങ്ങനെയാണത് പരത്തേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡിമ്പിളിന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സംഭവം ഡിമ്പിളും പറഞ്ഞ സമൂസ ഷീറ്റിൽ വെച്ചാൽ പോരെയെന്ന് ചോദിച്ചു. പിന്നെ മമ്മി പറഞ്ഞു എന്തായാലും ഇല്ലേ, ഇത് ഉണ്ടാക്കി പോയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് മമ്മി ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനൊക്കെ ഞാൻ ചായ ആയിട്ട് ചാക്കോച്ചനടുത്ത് വന്നിരുന്നു. കാരണം ചാക്കോച്ചൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല, കസേരയിലിരുത്തി അടുക്കളയിൽ പറഞ്ഞ പോലെ മസാലയുടെ മണം വന്നാലും അവന് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സ്ട്രോളർ വെച്ചിട്ട് ഞാൻ ഇരുത്തിയൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്ക് പാച്ചു ചേട്ടൻ വന്ന കാര്യങ്ങൾ അന്വേഷിക്കും, തോമു ചേട്ടൻ വന്ന് അന്വേഷിക്കും. ഇവരുടെ അന്വേഷണം കൂടിയാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അത് നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും ഇങ്ങനെ ഈ പറഞ്ഞ 2-3 വയസ്സ് വ്യത്യാസത്തിൻ്റെ എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ അവന്മാർക്ക് നോക്കുമ്പോൾ ജീവനുള്ള കളിപ്പാട്ടം, നല്ല രസമല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊഞ്ചിക്കും പോവും. അപ്പോൾ പെട്ടെന്ന് പാച്ചുവിന് അമ്മയുടെ ഓർമ്മ വന്നു. അമ്മേനെ ഇപ്പം ബാംഗ്ലൂർക്ക് പോയതിന് ശേഷം അമ്മയോടാണ് കൂടുതലും. എന്നാലും അപ്പാപ്പനെ വിട്ടുള്ള കളിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മമ്മി ഉണ്ടാക്കിയ സ്നാക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇരിക്കുക നമ്മുടെ തോമു ചേട്ടൻ ഉറങ്ങിപ്പോയി. വീഡിയോ കണ്ട് പിടിച്ചിരുത്താൻ വേണ്ടി കളിച്ച് അവസാനം അവർക്ക് തന്നെ മതിയായി. പിടിച്ചിരുത്താൻ വേണ്ടി ഫോൺ കൊടുത്തിരുത്തിയാണ്. പക്ഷേ തോമുന് സന്ധ്യ സമയത്ത് ഫോൺ കണ്ടാൽ അപ്പോൾ ഉറക്കം വരും കേട്ടോ. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ അവനെ കൊണ്ട് കിടത്തി ഒരു 5 മിനിറ്റ്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അവൻ്റെ നഖം വെട്ടി കൊടുത്തു. ഉറങ്ങുമ്പോഴേ അവൻ നഖം വെട്ടാൻ സമ്മതിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ താഴെ ഇറങ്ങി വന്ന സ്പീഡിനേക്കാളും അവൻ എഴുന്നേറ്റ് വന്നു. പക്ഷെ എന്തുകൊണ്ട് നന്നായി, ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡി ഇങ്ങനെ വേവലാതിയോടെ കാത്തിരിക്കുന്ന സംഭവം നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പ്രേമലു പടക്കമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെയാണ്, എക്സിബിഷന് പോകണമെന്ന് കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നെങ്കിലും പല കാരണങ്ങൾ കാരണം അത് ഇപ്പോൾ ഡിമ്പിളിന് വയ്യാണ്ടായി, അല്ലെങ്കിൽ ചാക്കോച്ചിന് വയ്യ, പിന്നെ ചൂട്. അപ്പോൾ ഡോൺചേട്ടന് പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തലയിൽ എണ്ണ തേക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മിയോട് ആദ്യം ഞാൻ മമ്മിക്ക് തേച്ച് തരാം, എന്നിട്ട് ഞാൻ തേച്ചിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും അവരെ കൊണ്ട് ഇവിടെ ഇരുത്തിയേക്കാണ്. നമ്മളിന്ന് ഹോട്ടോവിൽ നിന്ന് വെനസ്ഡേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോമിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ വരുമെന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഡൈനിങ് ടേബിളിൽ ഇരുന്നു. അപ്പോൾ പാച്ചു കസേരയിൽ ഇരുന്നാലുള്ള അവനിങ്ങനെ കസേര വിറപ്പിക്കുമ്പം ചിലപ്പം കസേര തെന്നിപ്പോവും. വീണാൽ ഒന്നെങ്കിൽ ഗ്ലാസ്സിലടിക്കും, അല്ലെങ്കിൽ തറയിൽ പോയി മോക്കം അടിക്കും. അപ്പോൾ അതുകൊണ്ട് അവനെ ഹൈ ചെയറിൽ ഇരുത്താൻ പറഞ്ഞിട്ട് ഡിമ്പിളിനെ കൊണ്ട് ഹൈ ചെയറിലൊക്കെ ഇരുത്തി. പിന്നെ ഇതിനിടയ്ക്ക് ചിക്കൻ വന്നു, നമ്മൾ ചിക്കൻ കഴിച്ചു. അപ്പം പാച്ചു തെറ്റിയിട്ട് തോനു വിട്ട് ഒച്ചു എന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് ഒച്ചു അല്ലടാ തോമു ആടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്ക് ഈ എക്സ്ചേഞ്ചിങ് ഭയങ്കര കൂടുതലാണ്. ആ എക്സ്ചേഞ്ചിങ് നമ്മളെ വല്ലാണ്ട് വട്ടം ചുറ്റിക്കും. അങ്ങനെ അവനത് ഈ കസേര ഇരുന്ന് ഈ പിപ്പിരി കൊള്ളും. അപ്പോൾ അവിടെ അവരുടെ ബിസിനസ് സാധനങ്ങളുണ്ട്. പശ ഒരു ഹൈലൈറ്റാണ് സാധനമാണ്, അവന് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഡിമ്പിളിനെ വിളിച്ചു, ഡിമ്പിളെ ഓടി വായോ, കാരണം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും ഒപ്പിക്കും. അപ്പോൾ ഡിമ്പിൾ ഡാഡി എടുത്തു കൊണ്ടിട്ട് തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മടക്കി അത് റൂമിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ കുറേ പേര് ചോദിച്ചു ചാക്കോച്ചൻ നീന്താൻ തുടങ്ങിയെന്ന്. നീന്തി തുടങ്ങിയിട്ടുണ്ട്, പരിശ്രമം തുടങ്ങിയെങ്കിലും ഇപ്പോൾ ഇരിക്കാനുള്ള വെപ്രാളത്തിലാണ്. അവന് ഭയങ്കര എന്താ പറയുക, ഓരോരോ ഇതിലേക്ക് മൈൽ സ്റ്റോണിലേക്ക് ഓടിപ്പോകാൻ ധൃതിയാണെന്ന് തോന്നുന്നു. ഒരു വയസ്സ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആവും, എനിക്കറിയില്ല. വർഷങ്ങളും മാസങ്ങളും ഒക്കെ ഓടി പോവാണ് കേട്ടോ.
അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ കളിച്ചും ഇങ്ങനെ ഇരുന്നോളും. ഞാൻ പറഞ്ഞില്ല, ഇതിനിടയ്ക്ക് നമുക്ക് ഹോട്ടോവിൽ നിന്ന് ഫുഡ് വന്നു. ഡോൺ ചേട്ടൻ അപ്പോഴാണ് വന്നിട്ട് പറയുന്നത് ഞാൻ ഇതിന് പോയില്ല എന്ന് പറയുന്നത്, ഹബ്ബിൽ തിരക്കുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇത് അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ സ്ട്രിപ്സ്, അപ്പോൾ ബോൺലെസ് ആണല്ലോ, അപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാം. അപ്പോൾ പാച്ചു വലിയ കാര്യമായിട്ട് കഴിച്ചില്ല, തോമു കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ചാക്കോച്ചനെ തോമിനെ മാക്സിമം നേരത്തെ കിടത്തി ഉറക്കാൻ നോക്കും. ഞാൻ ബിഗ് ബോസ് കാണാനിരിക്കാറില്ല, എനിക്കിഷ്ടമില്ല ഇപ്പോഴത്തെ ബിഗ് ബോസ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോരും. അപ്പോൾ ദേ തോമുവിനെ ഡൗൺ ചേട്ടൻ കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ചാക്കോച്ചനെ ഞാൻ കുളിപ്പിച്ച് സെറ്റപ്പാക്കി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ മറ്റന്നാൾ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാൻ.